രാജേന്ദ്ര അർലേക്കർ RSSകാരനായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനെ പൂർണ്ണ തോതിൽ അങ്ങനെ പറയാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്നൊരു വിധി വന്ന പശ്ചാത്തലത്തിൽ അതിന് വേണമെങ്കിൽ നിയമപ്രകാരം വേണമെങ്കിൽ അത് സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയുന്ന നിയമവശം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു അന്തിമ വിധിയായിട്ട് ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ കാണാൻ കഴിയില്ല. ഇനി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ തോമസിന് ഈ കസേരയിൽ നാളെ മുതൽ ഇരിക്കാൻ കഴിയില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതിനകത്തുള്ള രാജ്ഭവന്റെ തീരുമാനം എന്തായാലും ഇന്ന് രാത്രിയോടുകൂടിയോ നാളെ രാവിലെയോ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന പ്രതിഷേധമാണ്. കാരണം ഈ രണ്ട് സർവകലാശാലകൾക്കും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഇവർ രണ്ടുപേരെ സർവകലാശാലയിലേക്ക് കയറ്റാൻ വേണ്ടി SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ, ഇടത് പക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സമ്മതിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുമോ എന്നുള്ള ചോദ്യം കൂടി ഇവിടെ പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. രാജ്ഭവനാണ് അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത്. സിംഗിൾ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി ഉണ്ടായപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇനി നിയമപരമായി ചെയ്യാൻ കഴിയുന്നത് അവർക്ക് രാജ്ഭവന് ചെയ്യാൻ അതായത് സെർച്ച് കമ്മിറ്റിയിലായിരുന്നു. 3 അംഗ സെർച്ച് കമ്മിറ്റി ഗവർണറെ അധികാരം ഒഴിവാക്കിക്കൊണ്ട് 5 അംഗമാക്കാൻ അതിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. പക്ഷെ ആ തീരുമാനം അടുക്കുന്നു എന്നതുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, ആ തീരുമാനത്തിലേക്ക് ചേരേണ്ടതാണ്. നിയമപ്രകാരമാണെന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് സർക്കാരിൽ നിന്ന് പട്ടിക വാങ്ങി ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരാളെ നിയമിക്കണം. പക്ഷെ അതിനൊന്നും രാജ്ഭവൻ തയ്യാറായിട്ടില്ലല്ലോ ദിവ്യ. അത് കേരളത്തിലെ ഒരു താൽക്കാലിക CVCമാരാണ് എല്ലാ സർവകലാശാലകളിലുള്ളത്. എനിക്ക് തോന്നുന്നു 13 സർവകലാശാലകളിൽ 12ലും താൽക്കാലിക വിസിമാരാണ് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും 11 അല്ലെങ്കിൽ 12, അതാണ് എൻ്റെ ഓർമ്മയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത്രയും സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരുണ്ടായിട്ടും അതിന് പുതിയ വിസിമാരെ നിയമിക്കാൻ വേണ്ടി, സ്ഥിരം വിസിമാരെ നിയമിക്കാൻ വേണ്ടിയുള്ള ചട്ടം സംസ്ഥാനത്ത് നിലനിൽക്കുകയും ചെയ്യുന്നിട്ടും അതിനകത്ത് സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കാനോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടിക്രമങ്ങളിലേക്ക് പോകാനോ ഈ രാജ്ഭവൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നു. അതാണ് CPM ആരോപണമായി ഉന്നയിക്കുന്നത്. സംഘപരിവാർ വൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു, അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ അവരെ നിയമിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് CPM ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ നിയമപരമായി നിലനിൽക്കുന്ന ഒരു ചട്ടം ഉണ്ടായിട്ട് പോലും അങ്ങനെ സ്ഥിരം VCയെ നിയമിക്കാൻ വേണ്ടി രാജ്ഭവൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നമായി ഉയർത്തിക്കാട്ടുന്നത്. ഇതിപ്പോ ഈ നിയമപോരാട്ടം ഇവിടെ അവസാനിക്കുമെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. രാജ്ഭവനാണ് അതിനകത്ത് തീരുമാനം എടുക്കേണ്ടത്. വിധിയുടെ പകർപ്പ് ഇപ്പോ മുജിതബ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ പുറത്തു വരും. അത് പുറത്തു വന്നതിന് പിന്നാലെ തുടരാമോ?